ആധുനിക കാലത്ത് വീട് എന്നത് ഒരു അടയാളപ്പെടുത്തലാണ്. പല രൂപത്തിലും ഭാവത്തിലും നാം അടയാളപ്പെടുത്തുന്നത് കുട്ടിക്കാലം മുതൽ മനസ്സിൽ താലോലിക്കുന്ന ചില സ്വപ്നങ്ങൾ കൂടിയാണ്. സ്വപ്നങ്ങളിൽ നിന്ന് യാഥാർത്ഥ്യങ്ങളിലേക്കുള്ള ദൂരം എത്ര വർദ്ധിച്ചാലും വിട്ടുവീഴ്ചകൾ ചെയ്യാൻ നമ്മുടെ മനസ്സ് എല്ലായ്പ്പോഴും മടിച്ചു നിൽക്കും. ഗൃഹാതുരത്വമുണർത്തുന്ന സ്വപ്നങ്ങൾക്ക് പുനർജന്മം നൽകുമ്പോൾ പാരമ്പര്യ ശൈലിയിലേക്ക് നാം തിരിയുന്നതും അതുകൊണ്ടാണ്. നമ്മുടെ പുഴ, നമ്മുടെ മഴ എന്നൊക്കെ പോലെ ഹൃദയത്തിലേക്ക് നേരെ ഒഴുകിയെത്തുന്ന ഒരു വികാരം തന്നെയാണ് നമ്മുടെ വീടെന്നതും. ഇതൊരു തറവാട് വീടാണ്. കക്കാടൻ കുടുംബത്തിന്റെ ഓർമ്മകളുടെ വേരുകൾ ചിത്രപ്പണികളോടെ ആഴ്ന്നിറങ്ങിയിരിക്കുന്നത് ഈ മണ്ണിന്റെ സ്വർഗീയതയിലേക്കാണ്. അണുകുടുംബങ്ങൾ പ്രതീകവൽക്കരിക്കപ്പെടുന്ന ഇക്കാലത്ത് കൂട്ടുകുടുംബത്തിന്റെയും സാഹോദര്യത്തിന്റെയും നന്മകൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരാണ് ദുബായിൽ വിഷൻ വേൾഡ് എഞ്ചിനീയറിംഗ് എന്ന സ്ഥാപനത്തിന്റെയും ടെക്നോ സ്റ്റീലിന്റെയും ഖത്തറിലെയും മാനേജിംഗ് ഡയറക്ടറായ ബാബു കക്കാടനും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരൻ കൂടിയായ അനിയൻ തമ്പി കക്കാടനും. കുട്ടിക്കാലം മുതൽ ഇവർ മനസ്സിൽ സൂക്ഷിച്ചിരുന്ന സ്വപ്നങ്ങളിൽ പ്രധാനപ്പെട്ടത് ഒരു വിളിപ്പാട് മാത്രം അകലെയുള്ള വീടുകളാണ്. ഈ സ്വപ്നങ്ങളിലേക്ക് അവർ നടന്നെത്തിയപ്പോഴാണ് മെൽവിൻ വില്ലാസ് എന്ന സ്നേഹവീടുകൾ ജനിക്കുന്നത്. ട്രഡീഷണൽ ശൈലിയുടെ തനിമകളെ ആരാധനയോടെ നോക്കിക്കാണുന്ന ഈ സഹോദരങ്ങൾ വില്ലകൾ ഒരുക്കിയപ്പോഴും പ്രാധാന്യം കൊടുത്തത് പാരമ്പര്യ ശൈലിയുടെ പിൻവിളികൾക്കാണ്. കുട്ടിക്കാലത്തെന്നോ പിന്നിട്ട വഴികളിൽ കുറിച്ചിട്ട ചില ഇഷ്ടങ്ങളാണ് ഇവിടെ വില്ലകളായി പുനർജനിച്ചിരിക്കുന്നത്. ഈ വില്ലകളിലേക്ക് പോകും മുമ്പ് തമ്പി കക്കാടന്റെ തറവാട് വീട് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇടപ്പള്ളി പൂക്കാട്ടുപടി റോഡിൽ പൂക്കാട്ടുപടി ജംഗ്ഷന് സമീപമാണ് കേരളീയ ശൈലിയെ ഹൃദയത്തോട് ചേർത്തുവെച്ച ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. റോഡിൽ നിന്ന് 2 വഴികളിലൂടെ പ്രവേശിക്കാവുന്ന ഈ തറവാട് വീട്ടിൽ ഇപ്പോൾ താമസിക്കുന്നത് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനായ തമ്പി കക്കാടനാണ്. 2 മുഖപ്പുകളിലൂന്നി വെയിൽ നാളങ്ങളിൽ വെട്ടിത്തിളങ്ങുന്ന സെറാമിക് ഓടുകളുടെ വർണ്ണചാരുതയോടെ നിലകൊള്ളുന്ന ഈ വീട് ഗൃഹാതുരതയോടുള്ള കക്കാടൻ കുടുംബത്തിന്റെ ആരാധനയെ വ്യക്തമാക്കാൻ പോന്നതാണ്. ചെറിയ പ്രവേശന വഴിയിലേക്ക് മിഴികൾ എറിഞ്ഞു നിൽക്കുന്ന മാനുകളെ ഹൃദയാലങ്കാരമാക്കുന്ന ലാൻഡ്സ്കേപ്പ് ഏറെ മനോഹരമാണ്. പച്ചപ്പിന്റെ സാഹോദര്യത്തിലേക്ക് ഈ വീട് ചേർത്ത് വെക്കുന്നത് കുറെ ഓർമ്മപ്പെടുത്തലുകളാണ്. ചെത്തി, ചെമ്പരത്തി, മാവ്, തെങ്ങ് തുടങ്ങിയവ നമ്മുടെ തനിമകളോടുള്ള സ്നേഹക്കൂടുതലിന്റെ ബാക്കി പത്രങ്ങളാണ്. വെള്ളാരം കല്ലുകൾ പാകിയ വഴിയിലൂടെ ഓവർബ്രിഡ്ജ് കടന്ന് നാം എത്തിച്ചേരുക കരിങ്കല്ലുകൾ പാകിയ മുറ്റത്തേക്കാണ്. ലാൻഡ്സ്കേപ്പിൽ നിന്നും മുറ്റത്തേക്കുള്ള പാലം പുതുമ പകരുന്നതിൽ കൂടുതൽ നമുക്ക് നൽകുക കൗതുകമാണ്. കാരണം പാലത്തിന്റെ തണലിൽ ഒരു കിണറുണ്ടെന്നുള്ള യാഥാർത്ഥ്യം നാം മനസ്സിലാക്കുക മുറ്റത്തെത്തിച്ചേരുമ്പോഴായിരിക്കും. ട്രഡീഷണൽ ശൈലിയിൽ പണിതീർത്തിരിക്കുന്ന ഈ വീടിനെ ആകർഷകമാക്കുന്നുണ്ട് കാർ പോർച്ച്. ഫ്രണ്ട് എലിവേഷന്റെ ഭാഗമായി അല്പം മുന്നോട്ട് തള്ളി നിൽക്കുന്ന വിധത്തിലാണ് കാർ പോർച്ച് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കാർ പോർച്ചിൽ നിന്നും നാം കടന്നു ചെല്ലുക വിശാലമായ നീളൻ വരാന്തയിലേക്കാണ്. കാർ പോർച്ചിൽ കാണുന്ന ഉരുളൻ തൂണുകളുടെ തുടർച്ച നമുക്ക് വരാന്തയിലും കാണാൻ കഴിയും. അക്വേറിയം സ്ഥാനം പിടിച്ചിട്ടുള്ള നീളൻ വരാന്തയിൽ നിൽക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ കീഴടക്കുക പാരമ്പര്യ ശൈലിയുടെ പുഞ്ചിരി വിടർത്തുന്ന നീളൻ ജനാലകൾ തന്നെയായിരിക്കും. ചിത്രപ്പണികൾ തീർത്ത പ്രധാന വാതിലിന്റെ തേക്കിൻ പെരുമയിലുമുണ്ട് കുലീനമായ ആ കേരളീയ പ്രൗഢി. വെള്ളാരം കല്ലും കരിങ്കല്ലും നീളൻ വരാന്തയുമൊക്കെ തനത് ഭംഗികളോടുള്ള ഈ വീടിന്റെ ഇഷ്ടങ്ങളെക്കുറിച്ചാണ് നമ്മളോട് സംസാരിച്ചത്.
ഇനി അകത്തളങ്ങൾക്ക് പറയാനുള്ളതിനും നമുക്ക് കാതോർക്കാം. പ്രധാന വാതിൽ തുറന്നെത്തുന്ന ലിവിംഗ് സ്വകാര്യതയ്ക്ക് പ്രാധാന്യം നൽകിയാണ് രൂപപ്പെടുത്തിയിട്ടുള്ളത്. സോഫയും കസേരയും ആകർഷകമാക്കുന്ന ലിവിംഗിന് വേറിട്ട വ്യക്തിത്വം നൽകുന്നത് ഒരു വശത്തെ ആർച്ച് കമാനങ്ങളാണ്. ഫ്രണ്ട് സിറ്റൌട്ടിൽ നിന്നും ലിവിംഗിലേക്ക് പ്രവേശിക്കുമ്പോൾ വലതുവശത്തായി കാണുന്ന ഒരു ഭിത്തി മുഴുവനായും ആർച്ച് കമാനത്തിനായി മാറ്റിവെച്ചിരിക്കുന്നു. ചിത്രപ്പണി ചെയ്ത ആർച്ച് കമാനങ്ങൾ ലിവിംഗിന് പകരുന്നത് മൃദുമന്ദഹാസമാണ്. ആർച്ച് കമാനങ്ങളെ കർട്ടനിട്ടാണ് മറച്ചിരിക്കുന്നത്. ഇതൊരു തറവാട് വീടായിട്ടാണ് ചെയ്തിരിക്കുന്നത്. 4 ബെഡ്റൂമും ഹാളും ഉൾപ്പെടുന്നതാണ് ഈ വീടിൻ്റെ ഉൾവശം. നീളമുള്ള വരാന്തയും വലിയ ജനലുകളും ഇടനാഴിയും പഴയ കാലത്ത് ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ പണി കഴിപ്പിച്ചിട്ടുള്ളതാണ്. ലിവിംഗ് റൂമിലേക്കുള്ള പാസിംഗ് എല്ലാം ആർച്ച് കമാനങ്ങളോട് കൂടിയാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഫാമിലി ലിവിംഗിൽ നിന്ന് പ്രവേശിക്കാവുന്ന വിധത്തിലാണ് ഫാമിലി ലിവിംഗ് കം ഡൈനിംഗ് ഒരുക്കിയിട്ടുള്ളത്. വിശാലമായ ഹാളിന്റെ 2 അറ്റങ്ങളിലായാണ് ഫാമിലി ലിവിംഗും ഡൈനിങ്ങും കൊടുത്തിട്ടുള്ളത്. റൂഫുകളുടെ വ്യത്യസ്തത പ്രകടമാക്കുന്ന ഇടം കൂടിയാണ് ഇത്. റൂഫുകളുടെ രൂപഭംഗിയോട് ഇണക്കിയാണ് ഗ്രില്ലിട്ട് വെളിച്ചം ക്രമീകരിച്ചിരിക്കുന്നത്. ഫാമിലി ലിവിംഗിലെ ഷോക്കേസ് കം TV സ്റ്റാൻഡിന് കൊടുത്തിരിക്കുന്ന ഏരിയയിൽ നിന്ന് പ്രവേശിക്കാവുന്ന വിധത്തിലാണ് 4 ബെഡ്റൂമുകളും നിർമ്മിച്ചിട്ടുള്ളത്. ഫാമിലി ലിവിംഗിന്റെ മറുവശത്തായാണ് ഡൈനിംഗ് ഏരിയയും ക്രോക്കറി ഷെൽഫും വാഷ് ബേസിനുമെല്ലാം ഒരുക്കിയിട്ടുള്ളത്. ഡൈനിംഗ് ഏരിയയിൽ നിന്ന് കടന്നു ചെല്ലാവുന്ന വിധത്തിലാണ് ആധുനിക സൗകര്യങ്ങളോട് കൂടിയ അടുക്കളയുടെ സ്ഥാനം. ധാരാളം ഷെൽഫുകളും ക്യാബിനറ്റുകളും കൊടുത്ത് സ്റ്റോറേജ് സ്പേസ് വർദ്ധിപ്പിച്ചിട്ടുള്ള അടുക്കളയെ ഹൃദയഹാരിയാക്കുന്നത് ലാൻഡ്സ്കേപ്പിലേക്ക് മിഴി തുറക്കുന്ന നീളൻ ജനാലയാണ്. ഹരിത കാഴ്ചയ്ക്ക് പുറമെ സൂര്യപ്രകാശത്തിന്റെ നിഴൽ ചിത്രങ്ങൾക്കും വഴിയാകുന്നുണ്ട് ഈ നീളൻ ജനൽ. അടുക്കളയോട് ചേർന്ന് ഒരു വർക്കിംഗ് ഏരിയ കൂടി പണി കഴിപ്പിച്ചിട്ടുണ്ട്. ഈ വീടിന്റെ ആത്മാവെന്ന് വിശേഷിപ്പിക്കാൻ കഴിയും ലിവിംഗ് കം ഡൈനിങ്ങിനെ. ഇടനാഴി വഴി കിടപ്പറയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതും ഇവിടെ നിന്നാണ്. 4 കിടപ്പറകളാണ് കക്കാടൻ തറവാട് വീടിനുള്ളത്. ഫാമിലി ലിവിംഗ് കം ഡൈനിങ്ങിലേക്ക് പ്രവേശിക്കുമ്പോൾ നേരെ കാണുന്ന കർട്ടനിട്ട് മറച്ച ആർച്ച് കമാനം 2 കിടപ്പറകളിലേക്കുള്ള വഴിയാണ്. അഭിമുഖമായി വരുന്ന 2 ബെഡ്റൂമുകൾക്ക് മധ്യത്തിലായാണ് കോമൺ ബാത്റൂം കൊടുത്തിട്ടുള്ളത്. മറ്റൊരു ബെഡ്റൂമിന്റെ സ്ഥാനം 2ാമത്തെ ആർച്ച് കമാനത്തിന്റെ ആരംഭത്തിലാണ്. ആർച്ച് കമാനം കൊടുത്ത് വേർപെടുത്തിയിരിക്കുന്ന ഇടനാഴിയുടെ അറ്റത്താണ് മാസ്റ്റർ ബെഡ്റൂം. ഫോമൽ ലിവിംഗിൽ നാം കാണുന്ന ആർച്ച് കമാനങ്ങളുടെ മറുവശം അനാവൃതമാവുക ഈ ഇടനാഴിയിൽ പ്രവേശിക്കുമ്പോഴാണ്. വരാന്തയിലേക്കും ലാൻഡ്സ്കേപ്പിലേക്കും കാഴ്ചകൾ പകരുന്ന ജനാലകളുടെ സമൃദ്ധിയാണ് മാസ്റ്റർ ബെഡ്റൂമിനെ മനോഹരമാക്കുന്നത്. പരമ്പരാഗത ശൈലിയിൽ തീർത്ത വാർഡ്രോബ് കിടപ്പറയുടെ സൗകര്യങ്ങളെ വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇതിനു പുറമെ അറ്റാച്ച്ഡ് ബാത്റൂം കൂടി നൽകിയിട്ടുണ്ട്. എൻ്റെയും ചേട്ടൻ്റെയും കുട്ടിക്കാലം മുതലുള്ള ആഗ്രഹമാണ് അടുത്തുള്ള വീടുകളിൽ താമസിക്കണമെന്നുള്ളത്. അങ്ങനെയാണ് ഞങ്ങൾ ഈ വില്ല പ്രൊജക്റ്റിനെ പറ്റി ആലോചിക്കുന്നതും പണി ആരംഭിക്കുന്നതും. തികച്ചും കേരളീയ ശൈലിയിൽ തന്നെ അത് പണിയണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. വരുന്നവർക്കെല്ലാം ഇഷ്ടപ്പെടുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഓർമ്മകളുടെ മാന്തോപ്പിൽ നിന്ന് ഒരു മാമ്പഴക്കാലം തിരിച്ചു കൊണ്ടുവരും ഈ മെൽവിൻ വില്ല. നാട്ടുവഴിയിൽ തല ഉയർത്തി നിൽക്കുന്ന ഈ വില്ലകൾ സംസാരിക്കുന്നതാകട്ടെ സാഹോദര്യത്തിന്റെ ഭാഷയും. സാധാരണ രീതികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായാണ് മെൽവിൻ വില്ല രൂപപ്പെടുന്നത്.
തറവാട് വീടിനോട് അടുത്തടുത്ത് വീട് വെക്കണമെന്ന സഹോദരങ്ങളുടെ സ്നേഹപൂർണമായ നിർബന്ധങ്ങളാണ് മെൽവിൻ വില്ലയുടെ ജനനത്തിന് കാരണമായത്. അടുപ്പിച്ച് 2 വീടുകൾ നിർമ്മിച്ചാലും കൂട്ടുകുടുംബത്തിന്റെ ആഹ്ലാദാരവങ്ങൾ ഒരിക്കലും സാധ്യമാവുകയില്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് എന്തുകൊണ്ട് മറ്റു കുടുംബങ്ങളെ കൂടി നമ്മുടെ ഭാഗമാക്കിക്കൂടാ എന്ന ചിന്ത ഉദിക്കുന്നത്. അങ്ങനെയാണ് കൈയെത്തും ദൂരത്ത് തോളുരുമി വില്ലകൾ നിർമ്മിക്കാൻ തീരുമാനിക്കുന്നത്. വേനലിലും വറ്റാത്ത വലിയ കിണർ മെൽവിൻ വില്ലയുടെ ആകർഷണമാണ്. 8.25 സെന്റിൽ നിറഞ്ഞു നിൽക്കുന്ന 2500 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള വില്ലകൾ പ്രതിഫലിപ്പിക്കുന്നതും ട്രഡീഷണൽ ശൈലിയാണ്. പ്രത്യേകമായി കോമ്പൗണ്ട് വാൾ ഒരുക്കിയിട്ടുള്ള വില്ലകൾ സ്വകാര്യതയിലും പരസ്പരം കൈമാറുന്നത് സ്നേഹത്തിന്റെ ഭാഷയാണ്. വീടിന്റെ എലിവേഷൻ ഭംഗി വെളിപ്പെടുത്തുന്ന വിധത്തിലാണ് കോമ്പൗണ്ട് വാൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. റൂഫിന്റെ മനോഹാരിത വീടിന് സ്പേസ് പ്രദാനം ചെയ്യുന്നുണ്ട്. ഇതിന്റെ തുടർച്ച ബാൽക്കണിയുടെ ദൂരക്കാഴ്ചയിലും നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും. ഇവിടെയും സെറാമിക് ഓടാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. പാരമ്പര്യ രീതികളോടുള്ള അഭിനിവേശം ഈ വീടിന്റെ നിർമ്മാണത്തിലും ഇടകലർന്നിട്ടുണ്ട്. മണലിന്റെ ദൗർലഭ്യം സാൻഡിലേക്ക് തിരിയാൻ ആളുകളെ നിർബന്ധിക്കുന്ന ഈ കാലത്തും പുഴമണലിന്റെ ശുദ്ധിയെയാണ് ഈ വില്ലകൾ ഹൃദയത്തിലേറ്റിയിരിക്കുന്നത്. ചെറിയ പ്രായത്തിൽ തന്നെ വിദ്യാഭ്യാസ സംബന്ധമായി ബോംബെക്ക് പോവുകയും അവിടെ നിന്ന് സ്വപ്നഭൂമിയായ ദുബൈക്ക് ചേക്കേറുമ്പോൾ കഴിഞ്ഞ 25 വർഷമായി അവിടെയുള്ള ജീവിതത്തിൽ എന്നും നാട്ടിലേക്കുള്ള ഒരു മടക്കയാത്ര സ്വപ്നം കണ്ടിരുന്നു. കേരളത്തിലെ പ്രകൃതി രമണീയമായ കാഴ്ചകളും സഹോദര ബന്ധം, അയൽബന്ധങ്ങൾ ഇവ എപ്പോഴും മനസ്സിൽ കൊണ്ടു നടന്നിരുന്നു. സഹോദരൻ പണിത കുടുംബ വീടിനോട് ചേർന്ന് കുറച്ച് സ്ഥലം വാങ്ങുകയും വിദേശത്തു നിന്നുള്ള തിരിച്ചു വരുമ്പോൾ സഹോദരൻ്റെ വീടിനോട് ചേർന്ന് തന്നെ വീട് വെച്ച് താമസിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ആ സ്ഥലത്ത് വളരെ അയൽബന്ധം കാത്തു സൂക്ഷിക്കാവുന്ന വിധത്തിൽ 1-2 ആളുകളെ കൂടി കൂട്ടാം എന്ന വിചാരത്തിലാണ് മെൽവിൻ വില്ല എന്ന് പറയുന്ന വില്ല തുടങ്ങിയത്. ഗേറ്റ് കടന്നു ചെല്ലുന്നതിന് നേരെയായാണ് കാർ പോർച്ച് കൊടുത്തിരിക്കുന്നത്. പൂക്കൾ ചിത്രപ്പണി ചെയ്തിരിക്കുന്ന സിമന്റ് തൂണുകളാണ് കാർ പോർച്ചിന്റെ ആകർഷണം. ഈ തൂണുകളുടെ തുടർച്ച തന്നെയാണ് ഫ്രണ്ട് സിറ്റൌട്ടിലും കാണാൻ കഴിയുക. പേവിംഗ് ടൈൽ അടുക്കിയ മുറ്റത്തു നിന്നും ഗ്രാനൈറ്റ് വിരിച്ച ഫ്രണ്ട് സിറ്റൌട്ടിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ മനം കുളിർപ്പിക്കുക തറയുടെ ഡിസൈൻ പാറ്റേൺ ആയിരിക്കും. സിമന്റ് തൂണുകളും നീളൻ ജനാലകളും ആഢ്യത്വം പകരുന്ന ഫ്രണ്ട് സിറ്റൌട്ടിന് ട്രഡീഷണൽ ചാരുത നൽകുന്നത് വിസ്തൃതമായ വരാന്തയാണ്. മുറ്റത്തുനിന്നും 2 സിമന്റ് തൂണുകൾക്ക് നടുവിലൂടെ നേരെ നടന്ന് നമുക്ക് പ്രധാന വാതിലിന് മുന്നിലെത്താം. ചിത്രപ്പണികളുള്ള പ്രധാന വാതിൽ തുറന്ന് നാം സ്വന്തമാക്കുക ഫോയറിന്റെ സ്വകാര്യതയാണ്. വീടിന്റെ സ്വകാര്യതയ്ക്ക് നിറം പകരുന്നത് ഈ ഫോയറാണ്. ഇവിടെ നിന്നാണ് അകത്തളങ്ങളിലേക്കും അതിഥി മുറിയിലേക്കും 2 വഴികൾ വേർപിരിയുന്നത്. ഫോയറിന്റെ ഇടതുവശത്തായാണ് ഫോമൽ ലിവിംഗ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനു പുറമെ ഫോമൽ ലിവിംഗിലെ അതിഥികളെ അലോസരപ്പെടുത്താതെ നേരിട്ടും വീടിന്റെ ആത്മാവിലേക്ക് പ്രവേശിക്കാൻ കഴിയും. പ്രധാന ഗേറ്റിന്റെയും കാപ്പോച്ചിന്റെയുമെല്ലാം കാഴ്ചകൾ പകരുന്ന നീളൻ ജനാലകളുടെ സമൃദ്ധിയാണ് ഫോമൽ ലിവിംഗിനെ സുന്ദരമാക്കുന്നത്. ഫോമൽ ലിവിംഗിൽ നിന്ന് പ്രവേശിക്കാവുന്ന വിധത്തിലാണ് ഫാമിലി ലിവിംഗ് കം ഡൈനിംഗ് ഒരുക്കിയിരിക്കുന്നത്. ഷോക്കേസ് കം ക്രോക്കറി ഷെൽഫ് നിർമ്മിക്കാനുള്ള സ്പേസ് പ്രത്യേകമായി മാറ്റിവെച്ചിട്ടുണ്ട്. വീടിന്റെ ആത്മാവെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഇടമാണ് ഫാമിലി ലിവിംഗ് കം ഡൈനിംഗ്. ഇവിടെ നിന്നാണ് താഴത്തെ 2 ബെഡ്റൂമിലേക്കും അടുക്കളയിലേക്കും മുകളിലത്തെ നിലയിലേക്കുമെല്ലാം പ്രവേശനം ഒരുക്കിയിരിക്കുന്നത്. ഫാമിലി ലിവിംഗിനോട് ചേർന്ന് ഷോക്കേസ് കം TV സ്റ്റാൻഡ് മനോഹരമായി രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. 2 ബെഡ്റൂമുകൾക്കിടയിലാണ് വാഷ് ബേസിൻ. ഫോയറിൽ നിന്നും ഫാമിലി ലിവിംഗിൽ നിന്നും പ്രവേശിക്കാൻ കഴിയുന്ന വിധത്തിലാണ് അടുക്കളയുടെ സ്ഥാനം.
കൂട്ടുകുടുംബത്തിന്റെ മധുരിക്കുന്ന ഓർമ്മകളെ നമ്മളിലേക്ക് തിരികെ കൊണ്ടുവരും വിശാലമായ നീളൻ അടുക്കള. നീളത്തിൽ പരസ്പരം തൊട്ടു നിൽക്കുന്ന 2 അടുക്കളകളാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഷെൽഫുകളും ക്യാബിനറ്റുകളും പല വലുപ്പത്തിലും ആകൃതിയിലും നിർമ്മിച്ചിട്ടുള്ള അടുക്കളയ്ക്ക് ആധുനിക മുഖമാണുള്ളത്. ഗ്രാനൈറ്റ് കൗണ്ടർ ടോപ്പിന്റെ ഭംഗിയെ അനാവൃതമാക്കുന്നുണ്ട് ഭിത്തിയിലെ വൈറ്റ് ടൈൽ. ഇതിനു പുറമെ അടുക്കളയിൽ നിന്നും മുൻവശത്തേക്കുള്ള കാഴ്ചയും നമുക്ക് ലഭിക്കും. ഈ വില്ലയുടെ നിർമ്മാണത്തിലും ക്വാളിറ്റിയും വളരെ വലിയൊരു ഘടകമായുണ്ട്. ഇതിൽ തിരഞ്ഞെടുത്തിരിക്കുന്ന ഓരോ മെറ്റീരിയലുകളും അതിൻ്റേതായ ആവശ്യത്തിന് ഉള്ള ക്വാളിറ്റിയോട് കൂടിയുള്ള സാധനങ്ങൾ മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകളാണുള്ളത്. ബെഡ്റൂമുകൾക്ക് വിട്രിഫൈഡ് ടൈലാണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. കാറ്റും വെളിച്ചവും ആവശ്യത്തിന് സന്നിവേശിപ്പിക്കുന്ന ജനലുകൾ കിടപ്പറയുടെ ഊർജ്ജ സ്രോതസ്സായി വർത്തിക്കുന്നുണ്ട്. കിടപ്പറയ്ക്ക് പ്രത്യേകമായി വാർഡ്രോബ് കം ഡ്രസ്സിംഗ് ഏരിയ രൂപപ്പെടുത്തിയിട്ടുണ്ട്. കിടപ്പറയുടെ മറ്റൊരാകർഷണം വിശാലമായ അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഇതിന്റെ സമാനമായ കാഴ്ചയാണ് താഴത്തെ നിലയിലെ 2ാമത്തെ ബെഡ്റൂമിലും നമുക്ക് കാണാൻ കഴിയുക. വിശാലത നിറഞ്ഞ സ്റ്റെയർകേസിന്റെ പടിക്കെട്ടുകൾ നമ്മളെ നയിക്കുക പ്രകാശത്തിന്റെ വലിയ ക്യാൻവാസിലേക്കാണ്. തേക്കിൻ തടിയിൽ തീർത്ത മനോഹരമായ സ്റ്റെയർകേസ് കയറി വേണം നമുക്ക് മുകളിലത്തെ നിലയിലെത്താൻ. എച്ചിങ് വർക്ക് ചെയ്ത ഗ്ലാസ് ആണ് സ്റ്റെയർകേസിന് കാവ്യഭംഗി ചമയ്ക്കുന്നത്. സ്റ്റെയർകേസിന്റെ ഗ്രാനൈറ്റ് പടികൾ കടന്ന് നാം എത്തിച്ചേരുക വിട്രിഫൈഡ് ടൈൽ വിരിച്ച മുകൾ നിലയിലെ ഫാമിലി ലിവിംഗിലേക്കാണ്. ഫാമിലി ലിവിംഗിനെ പ്രകാശപൂരിതമാക്കുന്നുണ്ട് നീളൻ ജനലുകളുടെ സമൃദ്ധി. ഫാമിലി ലിവിംഗിൽ നിന്നും നേരിട്ട് കടക്കാവുന്ന വിധത്തിലാണ് ഓപ്പൺ ബാൽക്കണിയും മുകളിലത്തെ നിലയിലെ 2 ബെഡ്റൂമുകളും ഒരുക്കിയിരിക്കുന്നത്. താഴത്തെ നിലയിലെ കിടപ്പറകൾക്ക് സമാനമായി തന്നെയാണ് മുകളിലത്തെ നിലയിലെ 2 ബെഡ്റൂമുകളും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സ്പേസ് പരമാവധി ഉപയോഗപ്പെടുത്തി നിർമ്മിച്ചിട്ടുള്ള കിടപ്പറകളെ ആകർഷകമാക്കുന്നത് അറ്റാച്ച്ഡ് ബാത്റൂമുകളുടെ വിശാലത തന്നെയാണ്. ഫാമിലി ലിവിംഗിൽ നിന്നും കടക്കാവുന്ന വിധത്തിലാണ് ഓപ്പൺ ടെറസോടുകൂടിയ ബാൽക്കണി. ഫ്രണ്ട് സിറ്റൌട്ടിനെ ആകർഷകമാക്കുന്ന സിമന്റ് തൂണുകളുടെ ഭാവാത്മകത ഇവിടെയും കാണാൻ കഴിയും. മഴ ചിലങ്ക് കെട്ടിയാടുന്ന മഴക്കാലം നുകരാൻ പ്രത്യേക ഇരിപ്പിട സംവിധാനവും ഇവിടെ തീർത്തിട്ടുണ്ട്. വീടിന്റെ മുൻകാഴ്ചയിൽ തോന്നുന്ന വിശാലത നമുക്ക് ശരിക്കും അനുഭവമായി തീരുക ഇവിടെ നിന്ന് പ്രകൃതിയുടെ ഹൃദയ കാഴ്ചകളിലേക്ക് കൺതുറക്കുമ്പോഴായിരിക്കും. മാത്രമല്ല, പരസ്പരം തൊട്ടുരുമി നിൽക്കുന്ന വില്ലകളുടെ സാഹോദര്യം നമ്മുടെ മനസ്സിനെ ഓർമ്മകളുടെ നാട്ടുവഴികളിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുന്നതും ഇവിടെ നിൽക്കുമ്പോഴായിരിക്കും. ചെയ്യുന്ന ഓരോ പ്രവൃത്തികളിലും ക്വാളിറ്റി വേണമെന്ന് പഠിപ്പിച്ചത്, ചെറുപ്രായത്തിൽ തന്നെ പഠിപ്പിച്ചത് അപ്പനാണ്. കൃഷിക്കാര്യങ്ങളിൽ പോലും ഇവൻ വാഴയ്ക്ക് തോട് കീറുന്നത്, തെങ്ങിന് തടമെടുക്കുന്നത്, ഇതെല്ലാം വളരെ കൃത്യതയോട് പഠിപ്പിച്ച അപ്പനും കഠിനാധ്വാനം ചെയ്യുന്നതിന് ജീവിതചര്യയാക്കി മാറ്റിയ അമ്മയും അങ്ങനെയുള്ള ഒരു കുടുംബത്തിലാണ് ഞങ്ങൾ വളർന്നത്. ദുബൈയിൽ വളരെ കോമ്പറ്റേറ്റീവായ ഒരു മാർക്കറ്റിൽ ക്വാളിറ്റി കൊണ്ട് മാത്രം ബിസിനസ് വിജയം കണ്ടെടുത്തു. അതുപോലെ തന്നെ നമുക്ക് ചുറ്റുമുള്ള ഓരോരുത്തരുടെയും വിജയത്തിന് മുന്നിൽ ക്വാളിറ്റിയാണ് പ്രധാന ഘടകമെന്ന് മനസ്സിലാക്കിയാണ് ഞങ്ങൾ ഈ വില്ല പ്രൊജക്റ്റ് ചെയ്തത്. ഇതിലെടുത്തു വച്ചിരിക്കുന്ന ഓരോ കല്ലിലും അല്ലെങ്കിൽ ഓരോ ഐറ്റങ്ങളും അനിയൻ്റെയോ അമ്മയുടെയോ മേൽനോട്ടമുണ്ടായിരുന്നു. ഓരോരോ കാര്യങ്ങളും കൃത്യതയോടുകൂടി ചെയ്യുന്നതിന് അവർ എപ്പോഴും ഈ പണിയുടെ കൂടെ ഉണ്ടായിരുന്നു. അതാണ് ഇന്ന് ഇത്രയും നല്ല വിധത്തിൽ ഒരു വില്ല പണിയുന്നതിന് ഞങ്ങളെ സഹായിച്ചത്. നിത്യജീവിതത്തിന്റെ എല്ലാ സ്പന്ദനങ്ങളും കയ്യെത്തും ദൂരെ കാത്തുവയ്ക്കുമ്പോഴാണ് ഒരു വില്ല ഹൃദയഹാരിയായി തീരുന്നത്. മെൽവിൻ വില്ലയ്ക്ക് അവകാശപ്പെടാനുള്ളതും അതുതന്നെയാണ്. നഗരത്തിന്റെ തിരക്കിലേക്കും കിഴക്കൻ മേഖലയുടെ കാർഷിക സമ്പന്നതയിലേക്കുമെല്ലാം പരസ്പരം കൂട്ടിയിണക്കുന്ന ഇടത്താവളമാണ് പൂക്കാട്ടുപടി. സ്മാർട്ട് സിറ്റിയും ഇൻഫോ പാർക്കും മുഖച്ഛായ മാറ്റുന്ന കാക്കനാടും ഷോപ്പിംഗ് വിസ്മയമായ ലുലുവും ഈ നാടിന്റെ ചുറ്റുവട്ടത്തിലാണ്. വിശുദ്ധ യൂദാ തദയൂസിന്റെ തീർത്ഥാടന കേന്ദ്രമായ 8 ഏക്കർ പള്ളിയും MES B.Ed TTC ട്രെയിനിംഗ് കോളേജും സ്ഥിതി ചെയ്യുന്നത് പൂക്കാട്ടുപടിയുടെ സമീപ പ്രദേശങ്ങളിലാണ്.
നെടുമ്പാശ്ശേരി സീപോർട്ട് എയർപോർട്ട് റോഡും ആയിരങ്ങൾ തർപ്പണത്തിനെത്തുന്ന ആലുവ മഹാശിവരാത്രി മണപ്പുറവും മെൽവിൻ വില്ലയിൽ നിന്ന് ഏതാനും കിലോമീറ്റർ മാത്രം അകലെയാണ്. തക്ദീസ്, സമറിറ്റൻ തുടങ്ങിയ ഹോസ്പിറ്റലുകളും വണ്ടർല അമ്യൂസ്മെന്റ് പാർക്കും നിക്ഷേപങ്ങൾക്ക് അനുഗ്രഹീതമായ ഭൂമിയാക്കി പൂക്കാട്ടുപടിയെ മാറ്റുന്നുണ്ട്. ട്രഡീഷണൽ ശൈലിയിൽ നിർമ്മിച്ച മെൽവിൻ വില്ലകൾ പുതിയ കാലത്തിലും ബാക്കിയാക്കുന്നത് സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഹൃദയസ്പർശിയായ ചില ഓർമ്മപ്പെടുത്തലുകളാണ്. മഴനൂലുകൾ വല നെയ്യുന്ന സ്വപ്ന വീടുകളുടെ പെയ്തു തോരാത്ത വിശേഷങ്ങളുമായി ഇനി അടുത്തയാഴ്ച വീണ്ടും കാണാം. അതുവരെ കാത്തിരിക്കുക. നന്ദി, നമസ്കാരം.